Morning all. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തുവരെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്, എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രാറ്റജീസ് ആണ് കേട്ടോ. അതായത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സ് നമുക്ക് പ്രൊമോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ടൈമിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള എനർജി സോഴ്സസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ റിന്യൂവബിൾ അല്ലെ, റിന്യൂവബിൾ എനർജി സോഴ്സ് എന്താ നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ സോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നോൺ റിന്യൂവബിൾ സോഴ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ നോൺ റിന്യൂവബിൾ എന്താണ്, റിന്യൂവബിൾ സോഴ്സസിനെയാണ് നമ്മൾ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരാത്ത സോഴ്സസ് ഓഫ് എനർജിയാണ് നമ്മൾ നോൺ കൺവെൻഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പണ്ട് തൊട്ടേ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്തിനെയാണ്, തെർമൽ അതുപോലെ തന്നെ ഹൈഡ്രോ പവർ പ്ലാന്റിനെയാണ് അല്ലെ. നമ്മുടെ പവർ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തെർമൽ ഹൈഡ്രോ പവർ പ്ലാന്റുകളെയാണ് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഇങ്ങനെ തെർമൽ ഹൈഡ്രോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ തെർമൽ എന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, ഹൈഡ്രോ എന്ന് പറയുമ്പോൾ വെള്ളമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെ. അപ്പൊ ഇതിനെയൊക്കെ കൂടുതലും റിലേറ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അത് നമ്മുടെ എൻവയോൺമെന്റിന് മോശമായിട്ട് തന്നെയായിരിക്കും ബാധിക്കുന്നത്. ഇപ്പൊ തെർമൽ പവർ പ്ലാന്റുകളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് നമ്മൾ പഠിച്ചതാണ്, GHG ഗ്യാസ് ആണ് അല്ലെ. ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡിനെയൊക്കെയാണ് ആര് പുറത്തു വിടുന്നത്, നമ്മുടെ ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുന്നത്. അപ്പൊ അത് നമ്മുടെ പ്രകൃതിക്ക് എത്രമാത്രം ദോഷം ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. സോ അത് കാർബൺ ഡയോക്സൈഡിനെ പുറത്തു വിടുന്നു. അല്ലെങ്കിൽ എന്താണ്, ഫ്ലൈ ആഷ് പോലത്തുള്ള സംഭവങ്ങൾ. ഈ ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്, ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങളുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഫ്ലൈ ആഷ്. അപ്പൊ ഈ ഫ്ലൈ ആഷ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ അത് നമ്മളുടെ വാട്ടർ ബോഡീസിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ലേക്കിലോ റിവറിലോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിയിൽ വരുന്നതാണ്. നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഇതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ ഡാമുകൾ അല്ലെ, ഡാമുകളൊക്കെ നമ്മൾ കെട്ടും. ഇപ്പൊ ഈ ഡാം കെട്ടുമ്പോഴത്തേക്ക് നമ്മൾ എത്രമാത്രം സ്ഥലവും അതുപോലെ തന്നെ ഒരു വാട്ടറിന്റെ നോർമൽ ആയിട്ടുള്ള ഫ്ലോയും എല്ലാം നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതായത് ഇപ്പൊ ഒരു നദി ഒഴുകിക്കൊണ്ട് പോകുമ്പോൾ ആ നദിയുടെ പകുതി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്ട് ഡാം കെട്ടുമ്പോൾ അതിന്റെ ആ ഒരു നാച്ചുറൽ ഫ്ലോ ആണ് ഇല്ലാതാവുന്നത്. പക്ഷെ ഇപ്പം വിൻ പവർ, നിങ്ങൾക്ക് പാലക്കാട് കഞ്ചിക്കോട് പോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം വിൻ പവർ ഉണ്ട് അല്ലെ. സോ വിൻ പവർ ആയിക്കോട്ടെ, സോളാർ ആയിക്കോട്ടെ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് നമ്മൾ നന്നായിട്ട് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്താണ് LPG ഗോബർ ഗ്യാസ്. അതായത് ഈ റൂറൽ ഏരിയാസിലൊക്കെ ആൾക്കാർ കൂടുതലും LPG ഗോബർ ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പം നമുക്ക് സാധാരണ അറിയാം, റൂറൽ ഏരിയാസിൽ ആൾക്കാർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്, വിറക്, അതുപോലെ തന്നെ നമ്മൾ ഈ ഡങ് കേക്ക് എന്ന് പറയും, ചാണക വറളി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ചാണകം ഇങ്ങനെ വട്ടത്തിലെ പാൻ കേക്ക് പോലെ ഉണക്കി വെച്ച് സൂക്ഷിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് തീ കത്തിക്കും. അതുപോലെ തന്നെ ബയോമാസുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ വിറകൊക്കെ ശേഖരിക്കുക എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് വെട്ടണം, മരങ്ങൾ വെട്ടേണ്ടി വരും അല്ലെ. അപ്പൊ മരങ്ങൾ വെട്ടുമ്പോഴത്തേക്കും അത്രയും ആ ഒരു ഹരിതാഭ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, ഗ്രീനറി നഷ്ടപ്പെടുകയാണ്, അത്രയും മരങ്ങൾ നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ കാറ്ററി ഡങ്, അതായത് ഈ കന്നുകാലിയുടെ വേസ്റ്റ് വെച്ചിട്ടാണെങ്കിലും അത് കത്തിക്കുമ്പോൾ എയർ പൊല്യൂഷൻ, മീഥെയിൻ ഒക്കെ ഓവറായിട്ട് പുറത്തേക്ക് വിടുന്നുണ്ട് കേട്ടോ, മീഥെയിൻ. അപ്പൊ അത് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ പ്രകൃതിക്ക് ഒട്ടും നല്ലതല്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അഥവാ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഗ്യാസ് ഉണ്ടല്ലോ, ഗ്യാസ് ഊറ്റി, അപ്പൊ LPG എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കുന്നത്. ഓക്കെ, LPG. അതിന്റെ കൂടെ തന്നെ ഗോബർ ഗ്യാസ് പ്ലാന്റുകളും ഉണ്ട്. ഓക്കെ, അതായത് ഈസി ആയിട്ട് നമുക്ക് ലോൺ വഴിയും സബ്സിഡിയും ഒക്കെ ഉള്ള ഒരു സംരംഭമാണ് ഈ ഗോബർ ഗ്യാസ് പ്ലാന്റുകൾ. അപ്പൊ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ
കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഭയങ്കര പൊല്യൂഷൻ കുറവുള്ള ഒരു സാധനമാണ്. അതായത് ഒരു ക്ലീൻ ഫ്യൂവൽ ആണ്, പ്രത്യേകിച്ച് പൊല്യൂഷൻ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. പിന്നെ അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്കേജ് ഉണ്ടായി പൊട്ടിത്തെറിക്കാൻ, എക്സ്പ്ലോസീവ് ആണെന്നുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ ഈ വീടുകളിലൊക്കെ ഇങ്ങനെ ഗ്യാസ് ഊറ്റി പൊട്ടിത്തെറിക്കുക അങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടി എക്സ്പ്ലോസീവ് ആണ്. അല്ലാതെ പൊല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പൊല്യൂഷൻ. ഇനി നമ്മൾ വിറക് കത്തിക്കുമ്പോൾ പേപ്പർ കത്തിച്ചൊക്കെ അറിയാലോ, നമ്മുടെ വീടുകളിൽ അടുപ്പിൽ പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് അങ്ങനെ ചെയ്യാതിരിക്കുക. LPG കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഒരുപാട് സ്ത്രീകൾക്കൊക്കെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഈ റെസ്പിറേറ്ററി അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഈ വിറകൊക്കെ കൂടുതൽ ഉപയോഗിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ LPG, ഗോബർ ഗ്യാസ് പോലത്തുള്ള സംഭവങ്ങൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. പിന്നെ നമുക്ക് എനർജി തന്നെ വേസ്റ്റ് ആവുന്നത് കുറയ്ക്കാം അല്ലെ. കാരണം ഇപ്പൊ നമ്മളൊരു വിറകെടുത്ത് കത്തിക്കുമ്പോൾ അത്രയും എനർജി അവിടെ വേസ്റ്റ് ആവുകയാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ അല്ലെങ്കിൽ ഒരു ചാണകവറള് കത്തിക്കുവാണെങ്കിൽ അത്രയും മീഥേൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. പക്ഷെ അതേസമയം നമ്മളൊരു ഗോബർ ഗ്യാസ് പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റ്, ഇപ്പം ഇങ്ങനെ ഒരു പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു അതിന്റെ ഒരു മെഷീനാണ്. ആ മെഷീനിലോട്ട് നമ്മൾ ഈ ചാണകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇനി ബാക്കി വല്ലതും വരുവാണെങ്കിൽ അതിനെ നമുക്ക് സോയിൽ കണ്ടീഷണർ ആയിട്ടോ അല്ലെങ്കിൽ ഗുഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ ഒക്കെയാണ് അത് കേട്ടോ, നല്ലൊരു വളമൊക്കെയാണ്, അങ്ങനെയും വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ എനർജി നമുക്ക് മാക്സിമം ആ ഒരു എനർജിയുടെ വേസ്റ്റേജ് കുറയ്ക്കാനും പറ്റും. ഈ എന്താണ് നല്ലൊരു വളവും കിട്ടും, സോയിൽ കണ്ടീഷണറും ആവും. സോയിലിനെ അത്ര സ്മൂത്ത് ആക്കി വെക്കാനായിട്ട് പറ്റുന്ന ഒരു ഒരു നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അതാണ് റൂറൽ ഏരിയാസിലെ കാര്യം. ഇനി അർബൻ ഏരിയാസിലോട്ട് വന്നാൽ നമ്മൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ, CNG ആണ്. അതായത് നിങ്ങൾ ഈ ഡൽഹിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഡൽഹിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബസ്സുകളൊക്കെ CNG ബസ്സുകളൊക്കെ അവിടെ ഓടുന്നുണ്ട്. CNG ബസ്സുകളൊക്കെ അവിടെ ഓടുന്നുണ്ട്. അപ്പൊ ഈ CNG ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ പൊല്യൂഷൻ നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പം കുറെ ഇന്ത്യൻ സിറ്റീസിൽ ഈ CNG ബസ്സൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. അപ്പൊ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG അർബൻ ഏരിയാസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് വിൻഡ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ ചില ഏരിയാസിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ തമിഴ്നാട് എന്ന് പറയുന്ന സ്ഥലം കുറച്ച് ഡ്രൈ ആണ്, പക്ഷെ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ ഇങ്ങനത്തുള്ള ഏരിയകൾ നമുക്ക് കൂടുതലായിട്ട് എന്തിനു ഉപയോഗിക്കാം, വിൻമില്ലുകൾ ഇടാൻ, കാറ്റാടി മരങ്ങൾ വെക്കാം. അപ്പൊ ഈ കാറ്റാടി മരങ്ങളല്ല, കാറ്റാടി യന്ത്രങ്ങൾ, ഈ കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റും, ഉത്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ അത് ഉത്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റിന് എന്തെങ്കിലും ദോഷം വരുമോ എന്ന് ചോദിച്ചാൽ ഒരു ദോഷവും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ എൻവയോൺമെന്റിന് ഒരു ദോഷവും ഇല്ലാതെ നമുക്ക് വളരെ സേഫ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതെങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫോട്ടോസിലൊക്കെ, ഇങ്ങനെ ഒരു സാധനമാണല്ലേ. കറക്റ്റ് പടം എനിക്ക് വരയ്ക്കാൻ അറിയില്ല, ഒരു ഫാൻ പോലെ ഇരിക്കും. അപ്പൊ ഇതിനകത്ത് വന്ന് ഇങ്ങനെ കാറ്റടിക്കുമ്പോഴത്തേക്കും ഇത് കടന്ന് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും അല്ലെ. റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിങ്ങനെ കറങ്ങിയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതാവും. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ് ആണ് കേട്ടോ. കാരണം ഇതിന് ആദ്യം നമ്മൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല പൈസ ഇറക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്കിത്, കാരണം ഇതിന്റെ ആ യന്ത്രങ്ങൾക്കൊക്കെ കുറച്ച് നല്ല എമൗണ്ട് ആവുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതിന്റെ ബെനിഫിറ്റ്സ്, അതുമൂലം ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അത്രയും കൂടുതലുമാണ്. അപ്പം വിൻഡ് പവർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ്, ഇത് പലരുടെ വീടുകളിൽ ഉണ്ടായിരിക്കും സോളാർ പവർ അല്ലെ. ഇപ്പൊ സോളാർ കുക്കർ അവൈലബിൾ ആണ്, സോളാർ ഓട്ടോ അവൈലബിൾ ആണ്, സോളാർ വണ്ടികൾ അവൈലബിൾ ആണ് അല്ലെ. അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യക്ക് നാച്ചുറലി തന്നെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നല്ല രീതിക്ക് സൂര്യപ്രകാശം കിട്ടും അല്ലെ. ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പൊസിഷനിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ നമുക്കത് പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ തുണി ഉണക്കാനും, അതുപോലെ തന്നെ ഈ മുളകും മല്ലിയൊക്കെ ഉണക്കാനും അല്ലെ, മറ്റ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഉണക്കാനും ഒക്കെ നമ്മൾ ഡെയിലി യൂസിന് ഈ സോളാർ പവറിനെ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ നല്ല തണുപ്പ് കാലത്താണെങ്കിൽ നമ്മളിങ്ങനെ സൺലൈറ്റ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഈ സൺലൈറ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ആണ് അല്ലെ. സോളാർ എനർജി നമ്മളുടെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജിയാണ്. കാരണം സോളാർ എനർജി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം പോലും ഉണ്ടാവില്ല, ഫോട്ടോസിന്തസിസ് പോലും എന്ത് ചെയ്യത്തില്ല, ഉണ്ടാവത്തില്ല. അപ്പോ ഈ ഫോട്ടോ വോൾട്ടേക് സെല്ലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സോളാർ എനർജി എന്താക്കി മാറ്റാൻ പറ്റും, ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാൻ പറ്റും. ഇത് എപ്പോഴോ പരീക്ഷയ്ക്ക് ചോദിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. സോ നിങ്ങൾ ഒരു MCQ ആയിട്ടൊന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ. MCQ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പൊ ഈ ഫോട്ടോ വോൾട്ടേക് സെല്ലുകൾ
ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സോളാർ എനർജി. നിങ്ങൾ ആ സോളാർ പാനൽ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഈ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലൊക്കെ പോകുന്നവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു എയർപോർട്ട് വർക്ക് ചെയ്യുന്ന ഫുള്ള് സോളാർ എനർജിയിലാണ് അല്ലെ. ഇങ്ങനെ ഒരു പാനൽ കണ്ടിട്ടില്ലേ? ഇതിനകത്ത് കുറെ ഇങ്ങനെ ചെറിയ ചെറിയ സെല്ലുകൾ പോലെ നമുക്ക് കാണാൻ പറ്റും സ്ക്വയർ ഷേപ്പിൽ. അപ്പൊ ആ ഫോട്ടോ വോൾട്ടേക് സെല്ലുകൾ എന്ത് ചെയ്യും? സോളാർ എനർജി ക്യാപ്ചർ ചെയ്ത് അതിനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ അതിനൊരു പ്രത്യേക അതിന് വേണ്ടിയിട്ടുള്ള സെല്ലുകളെയാണ് നമ്മൾ ഈ ഫോട്ടോ വോൾട്ടേക് സെല്ലുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ റിമോട്ട് ഏരിയാസിലൊക്കെ, അതായത് പ്രത്യേകിച്ച് ഈ എന്താണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ഒന്നും എത്തിപ്പെടാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ പറയുന്ന സോളാർ ഗ്രിഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി കേട്ടോ. അത്യാവശ്യം നല്ല ചെലവാണ്. അപ്പൊ ഈ നോൺ റിന്യൂവബിൾ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം കോസ്റ്റ്ലി ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, പക്ഷെ ഇതിൽ ഒരു തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാവുന്നില്ല, ഒരു തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഇന്ത്യ ഇപ്പം നല്ല രീതിക്ക് ഈ സോളാർ എനർജി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഒക്കെ ഭാഗമാവുന്നുണ്ട് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇന്ത്യ ഒരു ഇന്റർനാഷണൽ ബോഡിയുടെ പാർട്ടാണിപ്പോ. അതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെച്ചിരിക്കുക, ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഫോട്ടോ വോൾട്ടേക് സെല്ലുകൾ ഉണ്ട്. ആ സെല്ലുകളിൽ സൂര്യപ്രകാശം വന്ന് അടിക്കുമ്പോൾ ഇതെന്തായിട്ട് മാറും? ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് മിനി ഹൈഡൽ പ്ലാന്റുകൾ. മിനി ഹൈഡൽ പ്ലാന്റുകൾ അതായത് ഇപ്പം മൗണ്ടൻ റീജിയൻസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീമുകൾ കാണാൻ പറ്റും അല്ലെ, ചെറിയ ചെറിയ അരുവികളൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം എന്താണ് എപ്പോഴും വെള്ളം ഉള്ളതായിരിക്കും. ഓക്കെ, എപ്പോഴും വെള്ളമുള്ള പെരിനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരിക്കലും ഡ്രൈ ആവാത്ത എപ്പോഴും വെള്ളം ഉള്ളതായിരിക്കും. അപ്പൊ ആ മിനി ഹൈഡൽ പ്ലാന്റുകളിൽ എന്താണ് നമുക്ക് ചെറിയ ടർബൈൻ വെച്ചിട്ട് അവരുടെ ലോക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു ചെറിയൊരു അരുവിനകത്ത് മിക്കവാറും വെള്ളം ഉണ്ടായിരിക്കും. ആ ഒരു അരുവിയുടെ സൈഡിൽ തന്നെ നമ്മൾ എന്താണ് ഒരു ടർബൈൻ വെച്ച് കുറച്ച് ഇലക്ട്രിസിറ്റി, ആ ഒരു നാടിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ വലിയ വലിയ പവർ പ്ലാന്റുകളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആവണമെന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് അവർ എൻ്റെ ഏരിയയെ തന്നെ അതിന്റെ ഭാഗമായിട്ട് മാറ്റേണ്ടി വരും. പക്ഷെ ഇവിടെ നോക്കിക്കുക, ഇവിടെ ചെറിയ ആവശ്യങ്ങളാണ്. അപ്പൊ നമുക്ക് വലിയ വലിയ കേബിളുകളോ സംഭവങ്ങളോ ടവറുകളോ മറ്റേ നമ്മുടെ കുതിരക്കമ്പികളൊക്കെ ഇല്ല, അതൊക്കെ ഒഴിവാക്കാം. ഓക്കെ, അപ്പം അതെല്ലാം എന്താണ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പ്ലാന്റുകൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 10-20 കമ്മ്യൂണിറ്റി താമസിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് വേണ്ട ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ മിനി ഹൈഡൽ പ്ലാന്റുകൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ കുറച്ച് സ്ട്രാറ്റജികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്. അതായത് ഇന്ത്യയിലെ ആൾക്കാർക്ക് എൻവയോൺമെന്റുമായിട്ട് ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ ഉണ്ട് അല്ലെ. നമ്മളിപ്പോ എന്ത് ചെയ്താലും പറഞ്ഞാലും ഒക്കെ അതിനകത്തൊരു എൻവയോൺമെന്റിന്റെ കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് എൻവയോൺമെന്റിന്റെ ഒരു പാർട്ടാണ് അല്ലെ. അല്ലാതെ നമ്മൾ എൻവയോൺമെന്റിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരല്ല, നമ്മൾ എൻവയോൺമെന്റിന്റെ ഒരു പാർട്ടാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇപ്പൊ നമ്മളാണല്ലോ ഈ ആയുർവേദം എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഇന്ത്യൻസ് ആയിരുന്നു അല്ലെ. അതായത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നമ്മുടെ അഗ്രികൾച്ചർ ആണെങ്കിലും ട്രാൻസ്പോർട്ട് ആണെങ്കിലും ഹൗസിംഗ് ആണെങ്കിലും എല്ലാം റിലേറ്റഡ് ടു എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഒരു പൈതൃകമാണ് അല്ലെ. അപ്പോ ഹെൽത്ത് കെയർ, ഇപ്പൊ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഏകദേശം 15,000 സ്പീഷീസിനോളം അറിയാം. ഓക്കെ, അതിപ്പോഴും നമ്മൾ പലയിടത്തായിട്ട് യൂസ് ചെയ്യുന്നതുണ്ട്. പക്ഷെ ഇപ്പം ആയുർവേദവും യുനാനിയും ടിബറ്റൻ ഫോക്ക് സിസ്റ്റം ഒക്കെ പോയിട്ട് ഇപ്പൊ നമ്മൾ വെസ്റ്റേൺ സിസ്റ്റം, അതായത് ഈ പറയുന്ന പോലെ അലോപ്പതിയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അല്ലെ. അലോപ്പതി ഉറപ്പായിട്ടും ഒരു മരുന്ന് തന്നെയാണ്, നമ്മളത് അത് ഉറപ്പാണ്. പക്ഷെ ഈ ആയുർവേദവും യുനാനിയും ഒക്കെ അന്ന് പണ്ടത്തെ കാലത്ത് ഏറ്റവും വലിയ അസുഖങ്ങൾക്ക് വരെയുള്ള മരുന്നുകൾ അന്ന് അവൈലബിൾ ആയിരുന്നു. അപ്പൊ അതിലേക്കൊക്കെ മടങ്ങി പോവാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് അന്ന് കോസ്മെറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചിട്ട് അറിയായിരുന്നു. കോസ്മെറ്റിക് ആയിട്ടുള്ള, അതായത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവങ്ങളിൽ കോസ്മെറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള സാധനങ്ങളൊക്കെ പണ്ടുള്ള ആൾക്കാർക്ക് അറിയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയൽ കെമിക്കൽ പ്രോസസ്സിംഗ് കുറയ്ക്കാം. അതുവഴി നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. സൈഡ് എഫക്ട്സും കുറവായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു പനിയൊക്കെ വരുമ്പോൾ ഒരു അലോപ്പതി ഗുളിക എടുത്ത് കഴിക്കാതെ ഒന്ന് ആവി പിടിച്ച് നോക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാപ്പി ഇട്ട് കുടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞു പോവുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കൺക്ലൂഷനിലൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ഒരു പോയിന്റ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചിരിക്കുക.
പിന്നെ അടുത്തതാണ് ബയോ കമ്പോസ്റ്റിംഗ്. ഇപ്പൊ മിക്കവാറും വീടുകളിലൊക്കെ ഉള്ളതാണ് അല്ലെ. അതായത് ഈ കമ്പോസ്റ്റുകൾ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വന്നപ്പോഴത്തേക്കും ഈ ബയോ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നൊരു സാധനം ഇല്ലാതായി. നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവുന്ന വേസ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ബയോ കമ്പോസ്റ്റിംഗ് ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം ചെലവുള്ളതും ഉണ്ട്, ചെലവില്ലാത്ത കുറഞ്ഞതും ഉണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ അല്ലെ. അതേസമയം നിങ്ങളത് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കൊരു കുറച്ച് സ്ഥലമുണ്ട്, പക്ഷെ നിങ്ങൾ അതിനകത്ത് മൊത്തം കുറെ കെമിക്കൽ അടിച്ച് കൃഷി നടത്തുവാണെന്നുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് നിങ്ങളുടെ വെള്ളത്തെയും ഗ്രൗണ്ട് വാട്ടറിനെയും മണ്ണിനെയും എല്ലാം മോശമായിട്ട് ബാധിക്കും. ഈവൻ അത് കഴിക്കുന്ന ആൾക്കാരെ മോശമായിട്ട് ബാധിക്കും. അപ്പൊ അതിന് പകരം ബയോ കമ്പോസ്റ്റിംഗ് പോലുള്ള സംഭവങ്ങൾ അല്ലെ, അത് കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് ഓർഗാനിക് വേസ്റ്റ്, ഇപ്പം നമ്മുടെ വീട്ടിലുള്ള പശുവൊക്കെ ഉണ്ടെങ്കിൽ പശുവിന്റെ ചാണകത്തിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് ഗോബർ ഗ്യാസ് പ്ലാന്റിന്റെ കേസൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് എന്തുണ്ടാക്കാനായിട്ട് പറ്റും, നല്ല ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ കൂടെ അല്ലെ, നമ്മൾ ഈ മണ്ണിര എന്ന് പറയുന്ന സംഭവം, എർത്ത് വേം, ഈ ഒരു ഓർഗാനിക് മാറ്ററിനെ വളരെ വേഗത്തിൽ തന്നെ കോമ്പോസ്റ്റ് ആയിട്ട് മാറ്റുകയും ചെയ്യുന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പം എന്താണ് ഈ പറയുന്ന വേസ്റ്റ് കുറയ്ക്കാനും പറ്റും. ഇപ്പൊ നമ്മൾ ഓരോ വീട്ടിലും ഉണ്ടാവുന്ന വേസ്റ്റുകൾ ഇങ്ങനെ കമ്പോസ്റ്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തോരം ഓർഗാനിക് വേസ്റ്റ് കുറയും. ഈ ഓർഗാനിക് വേസ്റ്റ് കുറഞ്ഞാൽ വേറൊരു ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനിമൽസ് ഈ പഴങ്ങളുടെയൊക്കെ ഈ ചീയുന്ന മണം കേട്ട് കഴിഞ്ഞാൽ ആനിമൽസ് ഒക്കെ വരും അല്ലെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിലും അല്ലെ ഹില്ലി ഏരിയാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ആനയൊക്കെ ഇറങ്ങുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ കടച്ചൊക്കെ ഉള്ള ഏരിയയിൽ അതിന്റെ വേസ്റ്റ് കൂട്ടിയിടുന്ന ഏരിയകളിലൊക്കെയാണ്. അപ്പം ഓർഗാനിക് വേസ്റ്റുകൾ നമ്മൾ വീട്ടിൽ തന്നെ കറക്റ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് പുറത്തോട്ട് കൊടുക്കേണ്ടി വരില്ല. നമുക്ക് ആനിമൽസിന്റെ ഈ ഒരു വൈൽഡ് ലൈഫ് ആനിമൽ കോൺഫ്ലിക്റ്റുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ബയോപെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ഗ്രീൻ റെവല്യൂഷൻ വന്നു അല്ലെ, നമ്മുടെ ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ വന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. കാരണം നമുക്ക് അത്രയും ഈൽഡ് വേണമായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ട്, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ പതിയെ പതിയെ നമ്മുടെ എല്ലാ സംഭവങ്ങളും കണ്ടാമിനേറ്റഡ് ആവാൻ തുടങ്ങി അല്ലെ, പൊല്യൂട്ടഡ് ആവാൻ തുടങ്ങി. എന്തൊക്കെയാ, സോയില്, വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ വരെ എന്ത് ചെയ്തു, പൊല്യൂട്ട് ആവാൻ തുടങ്ങി. അപ്പം അത് പൊല്യൂട്ട് ആവുമ്പം അവിടെ നിൽക്കുമോ, അതിനെ മാത്രമേ ബാധിക്കത്തുള്ളൂ? അല്ല, അത് മിൽക്കിനെയും മീറ്റിനെയും ഫിഷിനെയും വരെ കണ്ടാമിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. കാരണം നമുക്കൊരു വിചാരമുണ്ട്, ഓക്കെ നമ്മള് ഇത്രയല്ലേ ചെയ്തുള്ളൂ, ഇതിന്റെ എഫക്ട് എന്തായാലും അറിയാനൊന്നും പോകുന്നില്ല, നമ്മളെ ഇത് ബാധിക്കില്ല. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പുല്ല് പോലും നമ്മൾ എർത്തിൽ നിന്ന് പറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും. അതായത് നമ്മളിപ്പം കണ്ടാമിനേറ്റ്, നമ്മുടെ സോയിൽ കണ്ടാമിനേറ്റ് ചെയ്യുന്നു, വാട്ടർ ബോഡീസ് കണ്ടാമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫ് കോഴ്സ് ഈ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു മൃഗമായിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ മിൽക്ക്, അതിന്റെ ബോഡിയിലും ഇതിന്റെ എഫക്ട് ഉണ്ടാവും അല്ലെ. മീറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഇപ്പം കടലിലോട്ടൊക്കെ ഒഴുകി ഈ ഒരു സോയിൽ റൺ ഓഫ് ഒക്കെ ചെയ്ത് ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കടലിൽ എത്തിയാൽ അത് മത്സ്യങ്ങളെയും ബാധിക്കും. സോ ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഇപ്പൊ ബയോപെസ്റ്റ് കൺട്രോൾ മറ്റൊരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബെറ്റർ മെത്തേഡ്സ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ പ്ലാൻ പ്രോഡക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള പെസ്റ്റിസൈഡ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാലോ, മറ്റേ നമ്മൾ ഈ വേപ്പില പിണ്ണാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങളുണ്ട്. ഓക്കെ, അതായത് നീം നല്ലൊരു ഇതാണ്. അതായത് ഈ പറയുന്ന പോലെ എന്താണ്, ഈ വേപ്പിന്റെ ഇലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിലെ മാക്സിമം ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ മിക്സ്ഡ് ക്രോപ്പിംഗ് മറ്റൊരു കാര്യമാണ്. മിക്സ്ഡ് ക്രോപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ, ഇപ്പം അരിയുള്ള സ്ഥലത്ത് തന്നെ നമുക്ക് നെല്ല് കൃഷി ചെയ്യുന്നിടത്ത് തന്നെ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം. അങ്ങനെ ഓക്കെ, ഡിഫറെന്റ് ക്രോപ്സ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം. അപ്പൊ ഒരേ സ്ഥലത്ത് തന്നെ ഒരേ ക്രോപ്പ് നമ്മൾ കുറെ നാൾ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ അത് ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാവുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അപ്പൊ മിക്സ്ഡ് ക്രോപ്പിംഗ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, ഇനി അത് മാത്രമല്ല ഈ അവയർനെസ് കൊടുക്കാം. അതായത് ചില ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ ഈ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആണ് നമ്മുടെ സ്നേക്കുകളില്ലേ, ചേര, കറക്റ്റ് പറഞ്ഞാൽ ചേരയാണ്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചേരയാണെങ്കിൽ ഈ അയ്യത്തൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ നല്ലതാ. ഈ എന്താണ് റാറ്റ്സ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പെരിച്ചാഴി, അതുപോലെ തന്നെ എലി പോലത്തുള്ള സംഭവങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സ്നേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മൂങ്ങ, പീക്കോക്ക് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഒരു പരിധി വരെ എന്താണ് ഈ പറയുന്ന പോലെ പെസ്റ്റുകളിൽ നിന്ന് നമ്മുടെ ചെടികളെയൊക്കെ രക്ഷിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെ ഈ ഒരു അഗ്രികൾച്ചർ ഏരിയാസിന്റെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഈ പ്രാണികളെ, ഇൻസെക്ട്സുകളെ, പെസ്റ്റുകളെ കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഈ 2-3 പേരുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സ്നേക്ക്, അതുപോലെ ഔള്, പീകോക്ക്, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ.
പിന്നെ വേറൊരാളാണ് ലിസാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം അല്ലെ, ലിസാർഡ് നമ്മുടെ വീട്ടിലേക്ക് പല്ലി ഉണ്ടല്ലോ, അതും ഇമ്പോർട്ടന്റ് ആണ്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആസ്പെക്റ്റുകളിലും അത് കയറി ഇടപെടുന്നുണ്ട് അല്ലെ, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമുക്കത് ഇപ്പം ഹെർമൻ ഡാലി പറയുന്ന പോലെ അതിനെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ എഡ്വേർഡ് ബാർബിയർ പറയുന്ന പോലെ എടുക്കാം. എങ്ങനെ പറഞ്ഞാലും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഓക്കെ, LPG അതായത് സ്ട്രാറ്റജീസ് ആണ്. നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ഉപയോഗിക്കുക, LPG ഗോബർ ഗ്യാസ് ഉപയോഗിക്കുക, CNG വിൻഡ് പവർ, സോളാർ പവർ, അതുപോലെ മിനി ഹൈഡൽ പ്ലാന്റുകൾ, നമ്മുടെ ട്രഡീഷണൽ നോളജും പ്രാക്ടീസും ഉപയോഗിക്കുക, ബയോ കമ്പോസ്റ്റിംഗ്, ബയോ പെസ്റ്റ് കൺട്രോൾ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫൈനൽ ഒരു കൺക്ലൂഷൻ കൊടുക്കാം. കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ നമുക്ക് എക്കണോമിക് ഡെവലപ്മെന്റ് വേണം. എക്കണോമിക് ഡെവലപ്മെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ എൻവയോൺമെന്റിനെ ബാധിക്കും അല്ലെ. അപ്പോൾ ആ ഒരു ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഡിമാൻഡ് ഇല്ലായിരുന്നു, അതായത് എൻവയോൺമെന്റിന്റെ അടുത്തുനിന്ന് നമുക്ക് അത്ര ഡിമാൻഡ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പോ നമുക്ക് നല്ല, അതായത് സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് എൻവയോൺമെന്റിനെ മോശമായിട്ട് ബാധിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ വെറുതെ പഠിച്ചു കളയുക മാത്രം ചെയ്യരുത്, ഇതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അനുഭവിക്കാൻ പറ്റിയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കഴിഞ്ഞ ജനറേഷൻ അത് നന്നായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ്. അപ്പൊ അതുപോലെ വളരെ റീസണബിൾ ആയിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. വെറുതെ വെള്ളം എടുത്ത് കളയാതിരിക്കുക, മണ്ണ് വെറുതെ ഈ നിങ്ങളൊക്കെ ഈ മുട്ടായൊക്കെ കഴിച്ചിട്ട് റോഡിലിടുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും കൊല്ലങ്ങളോളം പിന്നെയും കിടക്കും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്ത് ചെയ്യുക, അതൊരു വേസ്റ്റ് ബിന്നിലോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പൊ അതുവഴി നമുക്ക് എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ഈ ഫോറിൻ കൺട്രീസിലൊക്കെ പോകുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ആ നാട്ടിലെ വൃത്തിയായിരിക്കും. അപ്പൊ നമ്മള് എന്നിട്ട് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ കൊള്ളത്തില്ല എന്ന് പറയും. പക്ഷെ സത്യത്തിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ടോ ഒന്നും കൂടെ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്ത് നോക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ, നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.